It's me Tafsira once again. Welcome back to our channel. ഇന്ന് ഞാൻ ഈ ഷോർട്ട് വീഡിയോയിൽ കാണുന്ന സേവ് ദ ഡേറ്റ് കാർഡുകൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് പ്രിൻ്റ് എടുത്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് ചെയ്തെടുക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് വേണ്ടത്. അത് മെയിനായിട്ട് ഈ സേവ് ദ ഡേറ്റും ഫ്രെയിം വർക്കുകളൊക്കെ ചെയ്യുന്നവർ മസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ഒരു ആപ്പാണ് പിൻട്രസ്റ്റ്. അപ്പോൾ ഇതിൽ ഞാൻ ഇൻഷാല്ല അറബിക് കോളിഗ്രാഫി, നമുക്ക് സേവ് ദ ഡേറ്റിന് ഇൻഷാല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർഡ് വേണമല്ലോ. അപ്പോൾ അത് ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പല കോളിഗ്രാഫിലും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്ന് സെലക്ട് ചെയ്താൽ അതിൻ്റെ താഴെ വേറെ വേറെ വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സെർച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഒന്ന് എടുത്തതിന് ശേഷം മുകളിൽ 3 ഡോട്ട് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ഡൗൺലോഡ് ഇമേജ് എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഇൻഷാല്ല എന്നുള്ളത് നമ്മൾ ഗാലറിയിൽ സേവ് ആവും. പിന്നെ ഞാൻ എടുക്കുന്നത് സേവ് ദ ഡേറ്റ് കാർഡ് വേണമല്ലോ. നമുക്ക് ഇൻഷാല്ല സേവ് ദ ഡേറ്റ് കാർഡ്, പിന്നെ കപ്പിൾസിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള അങ്ങനെ കുറച്ച് കാർഡുകളാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി സേവ് ദ ഡേറ്റ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ ഇങ്ങനെ കപ്പിൾസിൻ്റെ ഫോട്ടോ ഉള്ളതും സേവ് ദ ഡേറ്റ് എന്ന് എഴുതിയതും അതിന് സേവ് ദ ഡേറ്റിന് അനുബന്ധിച്ചിട്ടുള്ള ഫോട്ടോസും ഒക്കെയാണ് വരിക. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അത് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇത് വൈറ്റ് അല്ലാതെ കളറിൽ നമുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് നേരെ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഏത് ആപ്പാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ അതിൽ ടെക്സ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്ത കാർഡുകൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ നമ്മൾ സേവ് ദ ഡേറ്റ് കൊടുത്തപ്പോൾ അതിന് താഴെ ഇങ്ങനെയുള്ള കപ്പിൾസിൻ്റെ കാർട്ടൂൺ ഫോട്ടോസ് വന്നിട്ടുണ്ടായിരുന്നു. അതും സേവ് ദ ഡേറ്റിന് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് കപ്പിൾസിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്യാതെ ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ഫോട്ടോസ് ആഡ് ചെയ്യാതെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ കപ്പിൾസിൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് കാർട്ടൂൺ ഫോട്ടോസ് വെച്ചാൽ നമ്മൾ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് വേണമെന്നുണ്ടെങ്കിൽ അതും ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിവിടെ കലണ്ടറാണ് സേവ് ദ ഡേറ്റിന് നമുക്ക് കലണ്ടറിൻ്റെ ഒരു ഏത് മന്തിലുള്ളതെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് മെയിലാണ് 2022 മെയ് 2022 കലണ്ടർ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു കലണ്ടറുകൾ നമുക്ക് വരും. ഓക്കെ, അപ്പോൾ അതിൽ ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല, ചിലത് തെറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡേറ്റിനനുസരിച്ച്, അതായത് കല്യാണം എന്നാണോ ആ കല്യാണത്തിൻ്റെ ഡേറ്റും അതായത് മന്തും ഡേയും കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഏതാണ്ട് വെച്ചാൽ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലവർ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ അധികം ചെയ്യില്ല. ആദ്യം നമ്മൾ ഫ്ലവർ ബാക്ക്ഗ്രൗണ്ടുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതായത് നമ്മളിപ്പോൾ സേവ് ദ ഡേറ്റ് കാർഡുകൾ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ കാർഡുകളും ഒരേ തീമിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ബ്ലൂ ഫ്ലവർ ആണെങ്കിൽ എല്ലാ കാർഡിലും ഒരു ബ്ലൂ ഫ്ലവർ വരുന്ന രീതിയിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. ഒരു ഫോട്ടോ എടുക്കുക, അതിൽ നമുക്ക് മുകളിൽ 3 ഡോട്ട് ഉണ്ടാവും. അതിൽ ഡൗൺലോഡ് ഇമേജ് എന്ന് കൊടുത്താൽ ആ ഒരു ഫ്ലവർ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഗാലറിക്ക് സേവ് ആവും. പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഏത് എഡിറ്റിംഗ് ആപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഞാൻ പിക്സാർട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ക്യാൻവ, അതിൽ പോയിട്ട് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. ആ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കപ്പിൾസിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടുകളാണുള്ളത് ഈ ഒരു സംഭവത്തിൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ, ഇന്നത്തെ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോയിൽ ഞാൻ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടുകളാണ് അധികം എടുത്തിട്ടുള്ളത്. കാരണം എല്ലാം ഒരു തീമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്.
ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാർഡുകൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത് എന്നുള്ളത് കാണിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റായി വീഡിയോ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, മനസ്സിലായിട്ടില്ലെങ്കിൽ. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും, ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ക്യാൻവ ആപ്പാണ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇല്ലാത്തൊരു ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ മുകളിൽ സെർച്ച് ബാറിൽ A3 ഡോക്യുമെൻ്റ് എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ A3 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പേജ് A3 പേജ് വരും. അതിൽ നമുക്ക് താഴെ ഗാലറിയിൽ പോയാൽ നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്യാം. അതായത് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡുകൾ നമുക്കിതിൽ ആഡ് ചെയ്യാം. A3 ഡോക്യുമെൻറ്റിലാണ് കേട്ടോ ചെയ്യുന്നത്, ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ ഞാൻ പിക്സാർട്ടിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കപ്പിൾസിൻ്റെ പേരും ഡേറ്റും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാർഡാണ് ഫസ്റ്റ് ഞാൻ അതിൽ ആഡ് ചെയ്തത്. അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെയുള്ള ആ ഒരു ഫ്ലവർ, ആ ഒരു തീമിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ കപ്പിൾ കാർട്ടൂൺ ഫോട്ടോ ഉണ്ടല്ലോ, അത് മുകളിൽ ആഡ് ചെയ്തു. താഴെ ഞാൻ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് കപ്പിൾസിൻ്റെ ഒക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ചെയ്തിട്ട് അത് സേവ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവും, പറയുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ സെപ്പറേറ്റ് വീഡിയോൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇത് ഞാൻ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. ഒരു ഫ്ലവർ ചിലപ്പോൾ എല്ലാത്തിലും അങ്ങനെ ഒരു ഫ്ലവർ വരണമെന്നില്ല. അപ്പോൾ ഒരു ഫ്ലവർ ഡൗൺലോഡ് ചെയ്തിട്ട് അത് എല്ലാ ബാക്ക്ഗ്രൗണ്ടിലും വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ അറബിക് കോളിഗ്രാഫിയിൽ വഹലഖനാക്കും അസ്വാജ എന്ന് എഴുതി കൊടുത്താണ്. അപ്പോൾ അറബിക് കോളിഗ്രാഫി ചെയ്തതെന്നുണ്ടെങ്കിൽ ആദ്യം അറബിക് കീബോർഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ സേവ് ദ ഡേറ്റ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്താണ്. ഇതിൽ ഞാൻ ടെക്സ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല, അത് നേരെ ഡൗൺലോഡ് ചെയ്തെടുത്തു, ഇത് ആഡ് ചെയ്തു. ഓക്കെ, പിന്നെ ഇൻഷാ അല്ലാ എന്നുള്ളത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എടുത്തു. അതിൽ ഇൻഷാ അല്ലാ എന്ന് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് എല്ലാ കാർഡുകളും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു സർക്കിളിലുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു കപ്പിൾ കാർട്ടൂണിൻ്റെ ഫോട്ടോ ആഡ് ചെയ്തതാണ്. ഓക്കെ, സിമ്പിളാണ് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മളെ വർക്ക് നല്ലൊരു ഭംഗി ഉണ്ടാകുന്നുണ്ടെങ്കിൽ എഡിറ്റിങ്ങും കറക്റ്റ് ആവണം കേട്ടോ. അപ്പോൾ എഡിറ്റിങ് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ കലണ്ടറും ഇതുപോലെ തന്നെ ഞാൻ ആ ഒരു ഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തീമിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കലണ്ടർ നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം. ഡേയും മന്തൊക്കെ കറക്റ്റ് തന്നെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ എല്ലാ കാർഡുകളും നമ്മളിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് സ്പേസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവില്ല, അവിടെ നമുക്ക് ബട്ടർഫ്ലൈൻ്റെ ഫോട്ടോസ് അങ്ങനെ സ്റ്റിക്കേഴ്സുകൾ വേണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ സേവ് ചെയ്ത് കൊടുക്കാം. മുകളിൽ കാണുന്ന താഴേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ സേവ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ എഡിറ്റിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് നേരെ പ്രിൻ്റ് എടുക്കാനായിട്ട് പോകണം. പ്രിൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് 35 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രിൻ്റ് ചെയ്തെടുത്ത് അത് വീട്ടിൽ വന്നിട്ട് ആ ഒരു ഓരോ കാർഡിനും കറക്റ്റ് രീതിയിൽ സ്കെയിലും പെൻസിലൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ സർക്കിൾ കട്ട് ചെയ്യുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കുക, കാർഡുകൾ നല്ല ഭംഗിയിൽ വെച്ച് കൊടുക്കുക, വീഡിയോ എടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സേവ് ദ ഡേറ്റിനുള്ള പണി. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്